കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വീട്ടിനുള്ളിലും നമുക്ക് ഇഞ്ചി വളർത്താം. ഇഞ്ചിക്കൊക്കെ സീസണൊക്കെ കഴിയുമ്പോൾ എന്തൊരു വിലയാണ്. സീസൺ സമയത്ത് ഇച്ചിരി വില കുറയുമെങ്കിലും അപ്പോൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഇഞ്ചി അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി വലിയ വില കൊടുത്തൊന്നും ഇനി വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിനുള്ളിലും വളർത്തിയെടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീട്ടിനുള്ളിലും വളർത്താം. സാധാരണ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്ന ഇഞ്ചി നമുക്ക് പാത്രങ്ങളിലാക്കി വീട്ടിനുള്ളിലും വളർത്തി ആവശ്യത്തിന് വിളവെടുക്കാം. അതിന് വേണ്ടത് 12 ഇഞ്ചിൽ കൂടുതൽ വലിപ്പമുള്ള പാത്രമാണ് വളർത്താൻ ആവശ്യം. കൃഷി ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന ഇഞ്ചി നല്ല നീരുള്ളതും ഗുണനിലവാരമുള്ളതും ആയിരിക്കണം. മണ്ണ് 2 ഇഞ്ച് വലിപ്പവും നീളവുമുള്ള തരത്തിൽ വളർന്ന ഇഞ്ചികളാണ് നല്ലത്. പോട്ടിംഗ് മിശ്രിതമായി നല്ല നീർവാർച്ചയുള്ളതും പോഷക ഗുണങ്ങളുമുള്ളതുമായ മണ്ണ് നിറയ്ക്കണം. നടുമ്പോൾ വേരുകൾ മുള പൊട്ടുന്നതുപോലെ കാണപ്പെടുന്ന ഭാഗങ്ങൾ മണ്ണിന് മുകളിൽ വരത്തക്ക വിധത്തിൽ ഇഞ്ചി വിത്തുകൾ നടാം. ഇതിനു മുകളിൽ വളരെ നേർത്ത രീതിയിൽ മണ്ണിട്ട് മൂടിയാൽ മതി. സൂര്യപ്രകാശം ഈ പാത്രം ദിവസവും കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും നേരിട്ടല്ലാതെയുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കണം. ട്രെയിലും വളർത്താം. ചെറിയൊരു ഗ്രീൻ ഹൗസ് പോലുള്ള സംവിധാനത്തിലാണ് വളർത്തുന്നതെങ്കിൽ പെട്ടെന്ന് മുളച്ച് പൊന്താനുള്ള സാഹചര്യമുണ്ടാക്കാം. ട്രെയിലും വളർത്താം. മുളപൊട്ടി വന്നാൽ വലിയ പാത്രത്തിലേക്ക് മാറ്റി നടാം. മണ്ണ് ഈർപ്പമുള്ളതായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. വരണ്ട പോലെ കാണപ്പെട്ടാൽ വെള്ളം സ്പ്രേ ചെയ്യാം. വിളവെടുക്കാം. ഏകദേശം 4 മാസമാകുമ്പോൾ വേരുകളിൽ നിന്ന് ചെറിയ ഇഞ്ചി കഷണങ്ങൾ വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.